कराग्रे वसति लक्ष्मी करमध्ये सरस्वती करमूले सदा गौरी प्रभारे करदर्शनम् रवये नमः भानवे नमः रवये नमः भानवे नमः समुद्रवसने देवी पर्वतस्तनमण्डिते विष्णुपत्नी नमस्तुभ्यं पादस्पर्शं क्षमस्व मे വിഷുക്കാഴ്ചകൾക്കൊപ്പമാണ്, വിഷുക്കണിക്കൊപ്പമാണ് നാം അമ്പലപ്പുഴ ക്ഷേത്രഭൂമിയിലേക്ക് എത്തിയത്. എന്നാൽ അമ്പലപ്പുഴയെ മഹനീയമാക്കുന്ന മറ്റൊരു കർമ്മത്തിന് സാക്ഷിയാവുകയാണ് ഈ ക്ഷേത്രനഗരിയാകെ. അതിനെക്കുറിച്ചും അറിഞ്ഞും പറഞ്ഞും വേണം ഈ ക്ഷേത്രഭൂമിയുടെ വിശ്വാസങ്ങളെ അടുത്തറിയുവാൻ എന്ന് തോന്നുന്നതുകൊണ്ട് ഈ പ്രഭാതത്തിൽ നാം അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര പരിസരത്ത് തന്നെ നിൽക്കുകയാണ്. ക്ഷേത്ര തിരുനടയിൽ തന്നെ നിൽക്കുകയാണ്. ഈ തിരുനടയിൽ നിൽക്കുമ്പോൾ, ക്ഷേത്ര പരിസരത്താകെ നിൽക്കുമ്പോൾ നമുക്ക് കൃഷ്ണ സാന്നിധ്യം തന്നെ നിറഞ്ഞ് മനസ്സിലാക്കുവാനാകും. അമ്പലപ്പുഴ ക്ഷേത്രഭൂമിയിൽ ഇതിനു മുൻപ് വന്ന് വളരെ വിശദമായി തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യവും വിശ്വാസങ്ങളും ഒക്കെ നാം പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ എല്ലാ കാലത്തും എപ്പോഴൊക്കെ ഇവിടെ വരുന്നുവോ അപ്പോഴൊക്കെ വീണ്ടും വീണ്ടും പറയാൻ പ്രേരിപ്പിക്കുന്ന തരത്തിൽ അത്ര ശക്തമാണ് ഇവിടുത്തെ വിശ്വാസങ്ങൾ, ഇവിടുത്തെ ഐതിഹ്യങ്ങൾ. പോരാത്തതിന് ഇപ്പോൾ 34ാമത് അഖില ഭാരത ശ്രീമദ് ഭാഗവത സത്രം നടക്കുമ്പോൾ അതിന് വേദി കൂടിയാവുകയാണ് അമ്പലപ്പുഴ. അമ്പലപ്പുഴയുടെ ആ തയ്യാറാവലുകളാണ് ഇന്ന് നമുക്ക് കാണുവാനുള്ളത്. ഏതായാലും ഈ ദിവസത്തിൻ്റെ കാഴ്ചകൾ ആരംഭിക്കാം അമ്മയുടെ വാക്കുകൾക്കൊപ്പം. അറിവമ്മ അലിവമ്മ അമൃതമ്മ അഖിലം നീ നമ്മൾ 100 ശരി ചെയ്തു. പക്ഷേ ഒരു തെറ്റ് സംഭവിച്ചാൽ മനുഷ്യൻ നമ്മളെ തള്ളും. എന്നാൽ 100 തെറ്റ് ചെയ്ത് ഒരു ശരിയുണ്ടെങ്കിൽ ഈശ്വരൻ സ്വീകരിക്കും. അതുകൊണ്ട് ഈശ്വരനോട് മാത്രം ബന്ധം വെക്കുക, എല്ലാം അവിടുത്തേക്ക് സമർപ്പിക്കുക. അമ്മയുടെ ഈ വാക്കുകൾ ചിന്തയിൽ ദീപം തെളിയിക്കട്ടെ. കലയിലെ വ്യത്യസ്ത രുചികൾ ആനിയുടെ പൊടിക്കൈയുമായി കൂട്ടിയിണക്കുന്ന അത്താഴ വിരുന്ന്. മലയാളികളുടെ പ്രിയ താരങ്ങൾ അവരുടെ വിശേഷങ്ങളുമായി ആനിക്കൊപ്പം ചേരുന്നു. രുചികരവും ആരോഗ്യപ്രദവുമായ വിഭവങ്ങളുടെ അടുക്കള. എനിക്ക് വേണ്ട പോഷകങ്ങൾ കംപ്ലീറ്റ് പണ്ടത്തെ സിനിമയിലൊക്കെ അഭിനയിച്ചു. ആന്റിയുടെ സിനിമ ഇഷ്ടമാണോ? പക്ഷെ എന്നെ കണ്ടിട്ടില്ല. ആനി വർത്തമാനം പറയുന്നില്ലാണ് എനിക്ക്. വീട്ടമ്മമാരുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട കുക്കറി ഷോ ആനീസ് കിച്ചൺ എല്ലാ ശനിയാഴ്ചയും രാത്രി 7 മണിക്ക്. ആനീസ് കിച്ചൺ, ആനീസ് കിച്ചൺ. ഇന്ന് ഞാൻ ഷാജഹാനി ബിരിയാണി കഴിച്ചിട്ടുള്ളൂ. കാര്യം
च्युतं केशवं रामनारायणं कृष्णदामोदरं वासुदेवं हरिं श्रीधरं माधवं गोपिकावल्लभं जानकीनायकं रामचन्द्रं भजे. ഭാരതീയ തത്വങ്ങളും വിശ്വാസങ്ങളും പരമമായും പറയുന്നത് അവനവൻ്റെ ഉള്ളിലാണ് ഈശ്വരൻ കുടികൊള്ളുന്നത് എന്നാണ്. അവനവൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്ന ഈശ്വരനെ നാം അന്വേഷിച്ച് കണ്ടെത്തുന്നുവെന്ന്. അന്വേഷിച്ച് കണ്ടെത്തലെന്നാൽ പല ഭാവത്തിലാണ്, പല തരത്തിലാണ്. ഒടുവിൽ പുറത്തെല്ലാം അന്വേഷിച്ച് കഴിയുമ്പോഴാണ് പലപ്പോഴും അകത്താണ് ഈശ്വരൻ എന്ന തിരിച്ചറിവ് പോലും ഉണ്ടാകുന്നത്. എന്നാലും അങ്ങനെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലാണ് പരമാത്മാവ് കുടികൊള്ളുന്നതെന്ന തിരിച്ചറിവുണ്ട് എങ്കിൽ പോലും കൂട്ടായുള്ള പ്രാർത്ഥനകൾക്ക്, കൂട്ടായുള്ള പ്രവർത്തനങ്ങൾക്ക്, വിശ്വാസങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഭാരതീയത. അതുകൊണ്ട് തന്നെയാണ് യജ്ഞങ്ങൾക്കും യാഗങ്ങൾക്കും സത്രങ്ങൾക്കുമൊക്കെ ഇത്രയേറെ പ്രാധാന്യം വന്നത്. ഒരുമിച്ച് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുക. മുൻപ് കാലത്ത് മഴയില്ലാതെയായി പോയൊരു കാലത്ത് മഴയുണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിച്ചു. പ്രളയം വന്ന കാലത്ത് മഴയില്ലാതെയാകുവാൻ, മഴ നിന്ന് വെയിൽ തെളിയുവാൻ വേണ്ടി പ്രാർത്ഥിച്ചു. അന്നൊക്കെ എല്ലാവരും ഒത്തുചേർന്നിരുന്ന് പ്രാർത്ഥിച്ചു. ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനകളുടെ ഊർജ്ജം കൊണ്ട് പ്രകൃതി ആ പ്രാർത്ഥനകൾ കേൾക്കുകയും വേണ്ടത് വേണ്ടവണ്ണം ചെയ്തു കൊടുക്കുകയും ചെയ്തു. ഇപ്പോൾ വീണ്ടും പ്രകൃതിക്ക് മുന്നിൽ മനുഷ്യരെല്ലാവരും ഒറ്റ മനസ്സായി നിന്ന് പ്രാർത്ഥിക്കേണ്ട കാലമാണ്. പ്രാർത്ഥനകളിൽ ഈശ്വരാംശങ്ങൾ നിറഞ്ഞു നിൽക്കേണ്ട കാലമാണ്. പ്രകൃതിയുടെ മനോഹര ഭാവങ്ങൾ എന്നുമെന്നും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കേണ്ട കാലമാണ്. അങ്ങനെ ഇരിക്കുന്ന കാലത്താണ് 34ാമത് അഖില ഭാരത ശ്രീമദ് ഭാഗവത സത്രം എത്തുന്നത്. അതിന് അമ്പലപ്പുഴ വേദിയാകുമ്പോൾ അമ്പലപ്പുഴ ക്ഷേത്രഭൂമിയിൽ എത്തിയ നാം ആ ഒരു സത്രത്തിൻ്റെ പല കാര്യങ്ങളും, വിശദമായ പല കാര്യങ്ങളും ഇനി അറിയാൻ തുടങ്ങുകയാണ്. അതിനു വേണ്ടുന്ന തയ്യാറെടുപ്പുകൾ മനസ്സിലാക്കുകയാണ്. പക്ഷേ അതിനു മുൻപ് ഇപ്പോൾ നല്ല സംഘങ്ങൾ അല്ലെങ്കിൽ ഒരുമിച്ചുണ്ടാകുന്ന കൂട്ടായ്മയായ പ്രാർത്ഥനകൾ, കൂട്ടായുള്ള ചിന്തകൾ, അതിനെല്ലാം വേണ്ടുന്നത് സത്സംഗങ്ങളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നല്ല ചിന്തകളെ സ്വാഗതം ചെയ്യാം ധന്യമി ദിനത്തിലൂടെ. വളരെ ഉത്തരവാദിത്തപ്പെട്ട രീതിയിൽ ശിവലിംഗത്തിൽ പൂജ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ബ്രാഹ്മണൻ. കാളഹസ്തിയുടെ ഐതിഹ്യ കഥ പറഞ്ഞു വരുമ്പോൾ ബ്രാഹ്മണൻ ആരാണ് എന്ന് വ്യക്തമാകും. ബ്രാഹ്മണൻ വളരെ നിയമപ്രകാരം ശരിക്കും ഭക്തനാണ്. ശിവലിംഗത്തിൽ പൂജ നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒട്ടും പഠിക്കാത്ത, ബ്രാഹ്മണനല്ലാത്ത, അധകൃതൻ എന്ന് വേണമെങ്കിൽ വിളിപ്പിക്കാവുന്ന കണ്ണപ്പൻ വനത്തിലൂടെ നടക്കുമ്പോൾ ഇദ്ദേഹം ഏതോ ഒരു സിദ്ധനാണ് ഈ ബ്രാഹ്മണൻ എന്ന് മാത്രം കണ്ണപ്പൻ അറിയാം. സിദ്ധൻ എന്നുള്ള വാക്കും അറിയണ്ടാവില്ല. ഏതോ വലിയൊരാളാണ് ആ കാണിക്കണ കണ്ടപ്പോൾ. എന്തായാലും ശരി, ഈശ്വരപ്രീതിക്ക് വേണ്ടിയാണ് ചെയ്യണത് എന്ന് മനസ്സിലായി. വലിയവരെന്ത് കാണിച്ചാലും അതിനെ മറ്റുള്ളവർ അനുകരിക്കും. കണ്ണപ്പൻ ഒരു ശിവലിംഗം എടുത്തു വെച്ചു. ഇദ്ദേഹം ചെയ്യുന്നതൊക്കെ കണ്ണപ്പൻ ചെയ്തു. പുഴയിൽ നിന്ന് വെള്ളം എടുത്ത് കൊണ്ടുവന്നിട്ട് ധാര വാരും. ശിവശക്തിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും തണുപ്പ് കിട്ടണം. ധാര എന്നാണ്. ഈ പ്രപഞ്ചം ഒരു ധാര ആണ്. തുടങ്ങിയോർത്തി തന്നെ വീണ്ടും വീണ്ടും വരികയാണ്. ധാരയാണ്. ഈ വെള്ളം തന്നെയാണ് പിന്നീട് ഭൂമിയിലേക്ക് പോകുന്നതും അതന്നെയാണ് പിന്നെ മഴയായിട്ടും പോണത്. ധാര. ശിവൻ എപ്പോഴും ഈ വെള്ളം ശിരസിലൂടെ വീഴണം. നമ്മുടെ ശിരസിൻ്റെ ഭാഗമാണ് ശിവശക്തി. അതുകൊണ്ടാണ് ശിരസിന് എപ്പോഴും തണുപ്പ് കിട്ടണം. കാലിന് കുറച്ച് ചൂടാവാം, പക്ഷേ ശിരസിന് എപ്പോഴും തണുപ്പ് വേണം. നമ്മുടെയൊക്കെ ശിരസിന് ഇപ്പോൾ നല്ല ചൂടും വറീസ്, ടെൻഷൻ. കാലിന് നല്ല തണുപ്പും. കാരണം വീട് മാർബിളും കൂടി ആണെങ്കിൽ നല്ല തണുപ്പാവും. വാദം വരാൻ വേറൊന്നും വേണ്ട. അപ്പോൾ കഥയിൽ ശിവന് വെള്ളം കോരി ഒഴിക്കുമ്പോൾ കണ്ണപ്പന് വെള്ളം എടുത്തുകൊണ്ടുവരാൻ പാത്രമില്ല. പുഴയിൽ പോയി വായയിൽ വെള്ളമാക്കും. എന്നിട്ട് ശിവലിംഗത്തിൻ്റെ മുകളിൽ അത് തുപ്പിക്കൊണ്ടിരിക്കും. ഇത് തെറ്റാണോ ശരിയാണോ എന്നും കണ്ണപ്പന് അറിയില്ല. ഈ രണ്ട് കാഴ്ചകളും ശിവപാർവതിമാർ കണ്ടു. നമ്മുടെ എല്ലാ കാഴ്ചകളും നാം ചെയ്യുന്നതൊക്കെ ശിവപാർവതിമാർ കാണുന്നുണ്ട്. നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ ഇടതുഭാഗവും വലതുഭാഗവും രണ്ട് ശക്തിവിശേഷമാണ്. ഇവിടെ ഞാൻ സംസാരിക്കുന്നത് എന്നിലെ പാർവതി ശക്തി
എന്നിലെ ശിവൻ കാണുന്നുണ്ട്. ഇത് പ്രപഞ്ചത്തിലെ സത്യവും ഇത് തന്നെയാണ്. അകത്ത് നടക്കുന്ന കാര്യമാണ് പുറത്ത് നടക്കുന്നത്. അല്ലാതെ ഇതൊരു ഐതിഹ്യം എന്നല്ല, അകത്തെ കാര്യമാണ് പുറത്ത്. ഇതിലാരാണ് യഥാർത്ഥ ഭക്തൻ എന്ന് ശിവൻ ചോദിച്ചു. അപ്പോൾ പാർവതി ആദ്യം വിചാരിച്ചത് ഈ ബ്രാഹ്മണനായിരിക്കുമെന്നാണ്. പക്ഷേ ബ്രാഹ്മണൻ ഭക്തൻ തന്നെയാണ്. നമുക്കൊരു പരീക്ഷണം നടത്താം എന്ന് പറഞ്ഞു. പെട്ടെന്ന് ശിവലിംഗത്തിൻ്റെ മുകളിൽ 2 നേത്രങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. ബ്രാഹ്മണൻ്റെ ശിവലിംഗത്തിൻ്റെ മുകളിലും കണ്ണപ്പൻ്റെ ശിവലിംഗത്തിലും. ഇത് കണ്ടതും ഭയന്നോടി ബ്രാഹ്മണൻ. കാരണം ശിവന് ജീവനില്ല എന്നാണ് ധരിച്ചിരിക്കുന്നത്. നമ്മുടെ അകത്ത വിചാരം അങ്ങനെയാണല്ലോ. അമ്പലത്തിൽ പോയിട്ട് തൊഴുമ്പോൾ അഥവാ നട തുറന്ന് ഗുരുവായൂരപ്പം കൊണ്ട് ഇറങ്ങി വന്നാൽ നമ്മൾ ആദ്യം പരിഭ്രമിക്കുകയല്ലേ ചെയ്യുക. ഇറങ്ങി വരില്ല, അതൊരു കല്ലാണെന്നുള്ള വിചാരം കൊണ്ടല്ല, അല്ലെങ്കിൽ എന്തിനാ പരിഭ്രമിക്കണം. പക്ഷേ നമ്മുടെ ധാരണ അതാണ്, ഇല്ല എന്നാണ്. വെള്ളം ഒഴിക്കുമ്പോൾ ഒരു പൂജാരിയോട് വെച്ചു, ശിവലിംഗത്തിന് തണുക്കില്ലേ? ഹേയ്, അതൊരു കല്ലല്ലേ എന്ന് പറഞ്ഞു എന്ന കഥയുണ്ട്. ബ്രാഹ്മണൻ പേടിച്ചോടി. വളരെ ബഹുമാനത്തോട് കൂടിയിട്ട് കണ്ണപ്പൻ നിന്നു. ശിവലിംഗത്തിൽ ചോന്നിരിക്കുന്നു, കണ്ണ് കലങ്ങിയിരിക്കുന്നു. നിൻ്റെ ഒരു കണ്ണ് അതിന് പകരം വയ്ക്കുക എന്ന് പറഞ്ഞു. കണ്ണപ്പൻ കണ്ണ് ചൂന്നെടുത്ത് ശിവലിംഗത്തിൻ്റെ മുകളിൽ വെച്ചു. 2ാമത്തെ കണ്ണും തരിക എന്ന് പറഞ്ഞു. അതും ചൂഴ്ന്നെടുക്കാൻ ശ്രമിക്കുമ്പോൾ ശിവപാർവതിമാർ പ്രത്യക്ഷപ്പെട്ടു. ആ പ്രത്യക്ഷപ്പെട്ട് ശിവനും പാർവതിയും കൂടി അനുഗ്രഹിച്ചു എന്നുള്ളതാണ് കണ്ണപ്പൻ്റെ പ്രത്യേകത. എന്താണ്? പ്രപഞ്ച മാതാപിതാക്കളാണ് ശിവനും പാർവതി. 2 പേരും ഒരുമിച്ച് അനുഗ്രഹിക്കുന്നതിന് എന്താ പ്രത്യേകത? ഒരാൾ അനുഗ്രഹിച്ചാൽ പോരാ. ഇവിടെ 2 പേരും എന്ന് പറഞ്ഞാൽ ശിവശക്തി നഷ്ടപ്പെട്ടാൽ നാം ശവമായിട്ട് മാറും. നമുക്ക് സൗഭാഗ്യമുണ്ടാക്കുന്ന മുഴുവൻ ശിവശക്തിയാണ്. നാം ഇച്ഛിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ പ്രാവർത്തികമാക്കി തരുന്ന ശക്തിവിശേഷം നമ്മളിൽ ഉണ്ട്. ആ ശിവശക്തിക്ക് മാത്രമായിട്ട് ഒരു നിലനിൽപ്പില്ല. സമ്പൂർണത വരണമെങ്കിൽ അതിൻ്റെ കൂടെ ശക്തി കൂടി ചേരണം. ശിവനും ശക്തിയും ഒരുമിച്ച് നമ്മളെ അനുഗ്രഹിക്കണം. ആ ശക്തി എന്ന് പറഞ്ഞാൽ പവർ. അതിൽ നിന്നാണ് പർവ്വതം എന്ന വാക്കുണ്ടായത്. അതാണ് പാർവതി. ആ പാർവതിയാണ് ഭൗതിക തലത്തിൽ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു തരുന്നത്. ശിവചൈതന്യത്തോടൊപ്പം ശിവന് ശക്തിയെ വേണം. ശക്തിക്ക് ശിവനില്ലാതെ നിലനിൽപ്പില്ല. ശക്തിക്ക് മാത്രമായിട്ടൊരു നിലനിൽപ്പ് ഇല്ല. കാരണം ശക്തിയുടെ കൂടെ ശിവനും വേണം. ശിവനെ സംബന്ധിച്ചിടത്തോളം ശക്തി പിണങ്ങിപ്പോയാൽ ശിവന് നിലനിൽപ്പില്ല. അതുകൊണ്ടാണ് ഇത്തരം കഥകളിലൊക്കെ ശിവനും പാർവതിയും കൂടിയിട്ട് കലഹിച്ചു പിണങ്ങി എന്നൊക്കെ കഥകളുണ്ട്. ഒരു കുഴപ്പമില്ല, ശിവപാർവതിമാർ കലഹിക്കും, പിണങ്ങും. അതിൻ്റെ ആന്തരികമായ അർത്ഥം ഇതാണ്. അപ്പോൾ കണ്ണപ്പന് പാർവതിയുടെ അനുഗ്രഹവും കിട്ടി, ശിവൻ്റെ അനുഗ്രഹം കിട്ടി എന്ന് പറയുമ്പോൾ പരിപൂർണത വന്നു. നമ്മുടെ ജീവിതത്തിലും എത്രയോ പേർക്ക് ശക്തിയുണ്ട്, പക്ഷേ ശിവൻ്റെ അനുഗ്രഹമില്ല. ശിവൻ്റെ അനുഗ്രഹമുണ്ട്, പക്ഷേ ശക്തി ഇല്ലാതെ പോകുന്നു. നിത്യജീവിതത്തിൽ ഇതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ 2 ബുദ്ധിയും. അതേപോലെ ഭാര്യാഭർത്താക്കന്മാർ ശിവൻ പാർവതിയെ പ്രതിദാനം ചെയ്യുന്നത് കൊണ്ടാണ് നമ്മുടെ വിവാഹ ചടങ്ങുകളിലൊക്കെ ഒരു രീതി. ഏകദേശം ഏത് കല്യാണവും ശിവപാർവതി കല്യാണത്തിൻ്റെ മാതൃക ആണ്. ചിന്തയ്ക്ക് വിട്ട് വാക്കുകൾ സമ്മതിക്കുന്നു. നമസ്കാരം.
മുരഹര മുരളി ഗോവിന്ദ മുരഹര മുരളി ഗോവിന്ദ സാമഗാനലോല ശ്യാമവർണ്ണ കൃഷ്ണ സാമഗാനലോല ശ്യാമവർണ്ണ കൃഷ്ണ. 34ാമത് അഖില ഭാരത ഭാഗവത സത്രത്തിന് അമ്പലപ്പുഴ വേദിയാകുമ്പോൾ ഈ ക്ഷേത്രനഗരി ആകെ ആ മഹാസത്രത്തിന് തയ്യാറെടുക്കുന്നു. ഒരു മനസ്സോടുകൂടി നിൽക്കുന്ന ഒരുപാട് പേരുടെ പ്രവർത്തനങ്ങൾ ഇതിന് പിന്നിലുണ്ട്. അതൊരു ശക്തി തന്നെയാണ്. അതിലൊരു ഏറ്റവും ശക്തിയോടുകൂടി നിൽക്കുന്ന വിഭാഗം എന്നത് വനിതാ വിഭാഗം തന്നെയാണ്. വനിതാ വിഭാഗത്തിന് ചുക്കാൻ പിടിക്കുന്ന ശ്രീമതി സുഷമ രാജീവ്, ശ്രീമതി വിമല ബാലചന്ദ്രൻ ഇരുവരുമാണ് നമ്മോടൊപ്പം ഉള്ളത്. എന്തൊക്കെയാണ് സത്രവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ? ഞങ്ങൾ ഏതാണ്ട് ഒരു 1500 വനിതകളുടെ ഒരു ഗ്രൂപ്പായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അത് വിവിധ മേഖലകളിൽ, അതായത് ഇവിടെ 15 വാർഡാണുള്ളത്. ആ 15 വാർഡിലെയും ആൾക്കാരെ കോപ്റ്റ് ചെയ്ത് ആ 15 വാർഡിലെയും കൂടെ ധനസമാഹരണവും അതുപോലെ തന്നെ വിഭവ സമാഹരണവും ഒരേപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോയി. അത് ഈ സ്ത്രീകളെ എല്ലാവരെയും കൂടെ ഒരേപോലെ ഇതിൽ ചേർത്ത് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ മുന്നോടിയായിട്ട് തന്നെ 25ാമത്തെ വർഷമാണിത് സപ്താഹം, ഭാഗവത സപ്താഹം. 25ാമത്തെ വർഷത്തിൻ്റെ അതിൻ്റെ മുന്നോടിയായിട്ട് കൊണ്ടാടുന്ന ഒരു പിന്നെ ആഘോഷവും കൂടാണ് സത്രം. ഏതാണ്ട് 25 വർഷമായി ഞങ്ങളിതിന് ശ്രമിക്കുന്നു. ഈ 25 വർഷം 25ാമത്തെ വർഷമാണ് ഇപ്പം ഞങ്ങൾക്ക് ഇത് കിട്ടിയിരിക്കുന്നത്. അപ്പം ഞങ്ങൾ ഏതാണ്ട് ഒരു വർഷമായി ഇതിന് വേണ്ടിയിട്ട് പിന്നെ പ്രവർത്തനം തുടങ്ങിയിട്ട് തന്നെ പിന്നെ അതിന് പിന്നെ നല്ല ഒരു വിഭാഗം ആൾക്കാർ ഞങ്ങളുടെ കൂടെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഭാഗവത സത്രത്തിന് പ്രവർത്തിക്കാനായിട്ട് സ്ത്രീകളാണ്, അമ്മമാരുടെ ഒരു മാതൃവേദി തന്നെ ഇതിന് ഉണ്ട്. അഖണ്ഡ നാമജപമുണ്ട്. പിന്നെ 108 ദിവസത്തെ നാരായണീയ പാരായണം. അത് അതെ രാവിലെ ഒരു സമിതി, ഉച്ചയ്ക്ക് ഒരു സമിതി, അങ്ങനെ ഒരു ദിവസം 2 സമിതി വെച്ച് ഇന്ന് 92ാമത്തെ ദിവസമാണ്. അപ്പം ഇങ്ങനെ തുടർച്ചയായിട്ട് അതാണ്ട് ഒരു 3 മണി തൊട്ട്, വെളുപ്പിന് 3 മണി തൊട്ട് ഞങ്ങൾ ഇതിൻ്റെ പ്രവർത്തനം തുടങ്ങും. അതാണ്ട് ഒരു 6:30 വരെ ഞങ്ങളിത് ഇങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ കൊണ്ടുപോകും. കൃഷ്ണ 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 ഹരേ കൃഷ്ണ കൃഷ്ണ അമ്പലപ്പുഴ വാഴും കൃഷ്ണ കൃഷ്ണ അമ്പാടി കണ്ണ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ. 34ാമത് അഖില ഭാരത ഭാഗവത സത്രത്തിന് അമ്പലപ്പുഴ വേദിയാകും. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളും വിഷു കാഴ്ചകളുമായി ഇവിടേക്ക് എത്തുന്ന ആ സത്രത്തെക്കുറിച്ച് പറയുമ്പോൾ തീർച്ചയായും സത്രം ഏപ്രിൽ 28-ന് ആരംഭിക്കുമ്പോൾ അതിനു മുൻപ് തന്നെ എല്ലാവർക്കും എന്താണ് സത്രം, എന്തിനാണ് സത്രം എന്നതിനെക്കുറിച്ചൊരു ധാരണ തീർച്ചയായും ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ സത്രവേദിയിൽ പങ്കുചേരേണ്ടതെങ്കിൽ സത്രവേദിയിൽ വന്നെത്തുന്നതിൻ്റെ മഹനീയത എന്ത് എന്ന് ഏവർക്കും വ്യക്തമായി മനസ്സിലാവുകയുള്ളൂ. അതിനായി സത്രത്തിൻ്റെ, അതായത് അമ്പലപ്പുഴയിൽ 34ാമത് അഖില ഭാരത ഭാഗവത സത്രത്തിൻ്റെ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാനായ ശ്രീ അമ്പലപ്പുഴ ഗോപകുമാർ സാറാണ് നമ്മോടൊപ്പം ഉള്ളത്. അദ്ദേഹത്തോട് ചോദിച്ച് നമുക്ക് സത്രത്തിൻ്റെ പ്രാധാന്യം തന്നെ ആദ്യം മനസ്സിലാക്കാം. നമസ്കാരം. നമസ്കാരം. പൊതുവിൽ നമുക്ക് സത്രം എന്ന വാക്ക് സുപരിചിതമാണ്. 34 വർഷമായിട്ട് സത്രം നടന്നു. 34ാമത്തെ സത്രമാണ് നടക്കുന്നത്. പക്ഷേ എന്താണ് സത്രം, എന്തിനാണ് സത്രം എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഒരുപക്ഷെ അങ്ങേക്കായിരിക്കും അത് വ്യക്തമായിട്ടൊന്ന് പറഞ്ഞു തരാനാണ്. ഏത് കാര്യത്തിലും ഭഗവാനെ സ്മരിച്ചുകൊണ്ട് മാത്രമേ നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ പാടുള്ളൂ. ആ ഒരു വിശ്വാസം ദൃഢരൂഢമായ മണ്ണിൽ നിന്നാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. ആ ഭഗവത് കാരുണ്യം കൊണ്ട്, കുറവറ്റാത്ത ആ മഹാകാരുണ്യം കൊണ്ട് ഇപ്രാവശ്യത്തെ ശ്രീമദ് ഭാഗവത മഹാസത്രം അമ്പലപ്പുഴ വെച്ച് നടക്കാൻ പോവുകയാണ്. ഏപ്രിൽ 28-ാം തീയതി ആരംഭിച്ച് മെയ് 7-ാം തീയതിയാണ് പര്യവസാനിക്കുന്നത്. ഇത് 34ാമത് തവണയാണ് നമ്മൾ പറഞ്ഞല്ലോ. യഥാർത്ഥത്തിൽ ഈ സത്രം ആരംഭിച്ചിട്ടുള്ളത് ഒരു പ്രത്യേക ഉദ്ദേശത്തെ മുൻനിർത്തിയാണ്. ഈ കലിയുഗമാണെന്ന് നമുക്കൊക്കെ അറിയാം. എല്ലാ ധാർമ്മികമായ മൂല്യങ്ങളും നഷ്ടപ്പെട്ട്, വിശ്വാസാദികൾ നഷ്ടപ്പെട്ട്, ദിശാബോധമില്ലാതെ, എങ്ങോട്ടേക്കെന്നില്ലാതെ, എവിടേക്കെന്നില്ലാതെ ഒഴുകിപ്പോകുന്ന ഒരു തലമുറ. ഈ തലമുറയെ സംബന്ധിച്ചിടത്തോളം ഭൗതികമായ കാര്യങ്ങളിൽ മാത്രമേ അവർ താല്പര്യം പ്രകടിപ്പിക്കാറുള്ളൂ. ഭൗതികവും ആത്മീയവുമായ അഥവാ ആധ്യാത്മികവുമായ ആ മൂല്യങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട്
കാര്യങ്ങളിൽ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ സമാധാനപൂർണ്ണമായൊരു ജീവിതം ഇവിടെ ഉണ്ടാവുകയുള്ളൂ എന്നുള്ള വിശ്വാസം. യഥാർത്ഥത്തിൽ വിശ്വാസം നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, ആയിരത്താണ്ടുകൾക്ക് മുമ്പ് നമുക്ക് മഹാപൈതൃകങ്ങൾ സമ്മാനിച്ചിട്ടുള്ള ഋഷീശ്വരന്മാരായിട്ടുള്ള ആൾക്കാർ സമ്മാനിച്ചിട്ടുള്ളവർ. അത്തരത്തിൽ ആ ഒരു വിശ്വാസത്തിൽ ഊന്നി നിന്നുകൊണ്ട് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആധ്യാത്മികമായ ഒരു അവബോധം പകർന്നു കൊടുക്കുന്നതിന് വേണ്ടി ഒന്നുകൂടെ തെളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മബോധം എല്ലാവരുടെയും ഉള്ളിലാണ് ഭഗവാൻ ഇരിക്കുന്നത്, അന്തര്യാമിയാണ്. ആ വിശ്വാസം ജനങ്ങളിൽ ഉറപ്പിച്ചുകൊണ്ട് നേരായ മാർഗത്തിലൂടെ ജനതയെ നയിക്കുന്നതിന് വേണ്ടി ആണ് യഥാർത്ഥത്തിൽ സത്രം സംഘടിപ്പിച്ചിട്ടുള്ളത്. അമ്പലപ്പുഴയൊരു അമ്പാടി ഉണ്ണിക്കണ്ണൻ വാണിടുമമ്പാടി, അമ്പലപ്പുഴയൊരു അമ്പാടി ഉണ്ണിക്കണ്ണൻ വാണിടുമമ്പാടി, ഗോക്കളം ഭക്തഗണങ്ങളെ മേച്ച്, ഗോക്കളം ഭക്തഗണങ്ങളെ മേച്ച്, ഗോവിന്ദൻ വാണിടും അമ്പാടി. കഴിഞ്ഞ 25 വർഷങ്ങളായിട്ട് പ്രതിമാസം 1 എന്ന നിലയ്ക്ക് എല്ലാ മലയാള മാസത്തിൻ്റെ ഒടുവിലത്തെ 7 ദിവസം ഭാഗവത സപ്താഹ യജ്ഞം ഒരു പരമ്പരയായിട്ട് തന്നെ നടത്തുകയാണ്. കേരളത്തിലെ പ്രമുഖരായ ആചാര്യന്മാരാണ് അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ നാരായണീയ ഭാഗവത സപ്താഹങ്ങൾ വന്ന് നടത്താറുള്ളത്. അതിൻ്റെ ജൂബിലി വർഷമായ ഈ വർഷം 34ാമത് ഭാഗവത സത്രം നടത്തുന്നതിന് വേണ്ടി നമുക്ക് ഭാഗ്യം ലഭിച്ചു. അതിൻ്റെ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 38ഓളം ഉപസമിതികൾ അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സജ്ജീകരിച്ചിട്ടുണ്ട്. 22,500ഓളം പ്രവർത്തകർ അതിനുവേണ്ടി ഒരുക്കി. പന്തൽ, കുടിവെള്ളം ലഭിക്കുന്നതിനുള്ള സജ്ജീകരണങ്ങൾ, ഭക്ഷണ സൗകര്യങ്ങൾ, അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ധനസമാഹരണം നടത്തിക്കൊണ്ടിരിക്കുന്നു. കരകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വിഭവങ്ങൾ സമാഹരിക്കുന്ന സംരംഭങ്ങൾ നടത്തി വളരെ ഗംഭീരമായിട്ട് 24-ാം തീയതി വലിയ ആഡംബരമായിട്ട് ആഘോഷമായിട്ട് ദ്രവ്യങ്ങൾ യജ്ഞവേദിയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള സംരംഭങ്ങൾ നടത്തുകയാണ്. അമ്പലപ്പുഴക്കാർക്ക് കിട്ടിയ ഒരു മഹാ സൗഭാഗ്യമാണ് ഈ 34ാമത് അഖില ഭാരത ഭാഗവത സത്രം. അത് ഇവിടുത്തെ എല്ലാ ജനങ്ങളും അത് ഉൾക്കൊണ്ടുകൊണ്ടുകൂടി ഇത് വളരെ ഭംഗിയാക്കും എന്നാണ് നമ്മളുടെ വിശ്വാസം. അതുകൂടാതെ കേരളത്തിൻ്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെയുള്ള എല്ലാ ജനങ്ങളും ഈ അമ്പലപ്പുഴയെ കേന്ദ്രീകരിച്ച് ഈ ഭാഗവത സത്രത്തിന് എത്തിച്ചേരുമെന്നുള്ള വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. ഉണ്ണിക്കിനാവിൽ നിന്നുണര് ഓമന കണ്ണാ തുയിലുണര്, ആലില തോണിയിലാലോലമാടി ഉറങ്ങുമെൻ കണ്ണാ തുയിലുണര്, പാൽക്കടലോളത്തിൽ ആലോലമാടി ഉറങ്ങുമെൻ കണ്ണാ തുയിലുണര്. അങ്ങനെ ഇന്ന് നാം സത്രത്തെക്കുറിച്ച്, അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഒക്കെ മനസ്സിലാക്കി. ഒത്തുചേർന്നുള്ള പ്രാർത്ഥനകൾ എങ്ങനെയാണ് ഒരു സത്രഭൂമിയെ മഹനീയമാക്കുവാൻ പോകുന്നതെന്ന്, ഒരു ഭാരതീയ ഭൂമിയെ തന്നെ, ഈ ഭാരതീയ ഭൂമിയെ തന്നെ വിശുദ്ധമാക്കാൻ പോകുന്നതെന്ന് മനസ്സിലാക്കി. ഒരുമിച്ചുള്ള പ്രാർത്ഥനകൾ എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണൻ്റെ തിരുനടയിൽ നിന്ന് ഇന്നത്തെ ദിവസം വിടവാങ്ങുകയാണ്. നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. അവതാര മഹിമയാൽ ആർദ്രമനങ്ങളിൽ അമൃതം പെയ്തവനേ